എന്തൊക്കെ ചെയ്തിട്ടും നമ്മൾ വിചാരിക്കുന്ന സ്പീഡിൽ ഒരു ദിവസത്തെ ജോലികൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? എത്രയൊക്കെ ഓടിയിട്ടും ആ പെർഫെക്ഷൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബ്ലം നിങ്ങളല്ല. അതായത് ലൈഫ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ട് ഒരു തെറ്റുമില്ല. എന്നും രാവിലെ എണീക്കുന്ന നമ്മുടെ കാലുകൾ നിലത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ചുറ്റും ഒച്ചകളാണല്ലേ. നമ്മുടെ ഫോണിൻ്റെ ഒച്ച, നമ്മുടെ മനസ്സിൽ കിടന്ന് ഇന്ന് എന്തൊക്കെ ചെയ്യണം, ആ എക്സ്പെക്റ്റേഷൻസ്, അത് ചെയ്യാനുള്ള വ്യഗ്രത, ഇതൊക്കെയാണല്ലേ നമ്മുടെ മനസ്സിൽ. അതായത് ഒരു സട്ടിൽ ഫീലിംഗ് രാവിലെ എണീക്കുമ്പോൾ കിട്ടുന്ന ആ ഗുഡ് ഫീൽ നമുക്ക് കിട്ടാറില്ല. ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്നെ തന്നെ ഒന്ന് ഫിക്സ് ചെയ്യണം. അതായത് ഞാൻ ട്രൈ ചെയ്തു എന്നെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബൈ ഗെറ്റിംഗ് അപ്പ് ഏർലിയർ, ഡൂയിങ് മോർ അറ്റ് നൈറ്റ്, ട്രൈയിങ് ഹാർഡർ, ബിക്കമിങ് ബെറ്റർ. ബട്ട് ലേറ്റ്ലി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ വല്ല കാര്യമുണ്ടോ? ഞാനൊരു ലൈഫ് എന്നെ ഫിക്സ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ലൈഫ് ഞാൻ വിചാരിക്കുന്ന സ്പീഡിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? അങ്ങനെ ഓർത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ മനസ്സിലായി കേട്ടോ. അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. 10 സ്ലോ ലിവിങ് റുട്ടീൻസാണ്. ഭയങ്കര പെർഫെക്റ്റ് അല്ല, ഭയങ്കര റിജിഡ് അല്ല, കുറച്ച് പ്രാക്ടീസ്, നമുക്കൊരു ഫീൽ ഗുഡ്, ആ ഒരു പ്രാക്ടീസിന് വേണ്ടിയുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ, എൻ്റെ പേര് ലക്ഷ്മി. വെൽക്കം ടു വെൽനെസ് വേ ബൈ ലക്ഷ്മി. അപ്പം നമുക്ക് ഈ ചാനലിനെ പറ്റി പറഞ്ഞാൽ എങ്ങനെ നന്നായിട്ട് ജീവിക്കാം, എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. എങ്ങനെ ഹെൽത്തിയർ ആയിട്ടിരിക്കാം, എങ്ങനെ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു പുതുതായിട്ട് സ്റ്റാർട്ട് ഓവർ ചെയ്യണമെങ്കിൽ, അതായത് ഈ ഒരു ലൈഫിൻ്റെ ഈ ഒരു സ്റ്റേജിൽ ഒരു ന്യൂ സീസൺ ഓഫ് ലൈഫല്ലേ ഇത്, അത് സ്റ്റാർട്ട് ഓവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. നമ്മൾ എപ്പോഴും ഇവിടെ പെർഫെക്ഷൻസ് നോക്കുന്നില്ല, എല്ലാ കാര്യവും പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള കാര്യം നോക്കുന്നില്ല. വി ആർ ബിൽഡിങ് എ തോട്ട്ഫുൾ ജോയ്ഫുൾ ലൈഫ്, വൺ സ്മോൾ സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഞാൻ എൻ്റെ ദിവസം ഭയങ്കര സ്ലോ ആയിട്ടാണ് ഈയിടെയായിട്ട് ആരംഭിക്കുന്നത്. ഒരു റഷും ഇല്ല. പതുക്കെ എണീറ്റു, എൻ്റെ കോഫി വെച്ച് കുറച്ച് റിലാക്സ് ചെയ്തിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ചിലപ്പോൾ ഞാൻ കുറച്ച് സ്ട്രെച്ചിങ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് എനിക്കൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഇന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നു. എന്തുകൊണ്ടത് ഐ ഡോണ്ട് സ്റ്റാർട്ട് ദ ഡേ ആസ്കിങ് വാട്ട് ഡു ഐ നീഡ് ടു ഗെറ്റ് ഡൺ. അങ്ങനല്ല, എൻ്റെ ഒരു ഇൻറ്റൻഷനാണ്. ഹൗ ഡു ഐ വാണ്ട് ടുഡേ ടു ഫീൽ, അതായിരിക്കണം ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ള റിജിഡായിട്ടൊരു റൂളില്ല. അതായത് ഇൻറ്റൻഷൻ അതൊരു റൂളല്ല, അത് ഒരു ജെൻറ്റിൽ റിമൈൻഡർ വെൻ ദ ഡേ സ്റ്റാർട്ട്സ് പുള്ളിങ് മീ ടു ഫാസ്റ്റ്. പണ്ട് കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഭയങ്കരമായിട്ടൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൂടുതലായിട്ട് പരിശ്രമിക്കുന്ന ഒരാളായിരുന്നു.
പക്ഷേ ഇപ്പം ഞാൻ ഓർക്കുന്നത് മൈക്രോ ടാസ്കിംഗ് ആണ് ഞാൻ ചെയ്തത്, മൾട്ടി ടാസ്കിങ്ങിന് പകരം. പണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്തതിനിടയ്ക്ക് വേറെ കാര്യം ചെയ്യുന്നു, അങ്ങനെ എൻ്റെ ബ്രെയിൻ കുറച്ചും കൂടെ സ്കാറ്റേർഡ് ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു സമയത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ നല്ല റിലാക്സ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പാൻട്രി ക്ലീൻ ആക്കാനായിട്ട് 3 ദിവസമാണ് ഞാൻ എടുത്തത്. അങ്ങനെ പതുക്കെ ഓരോ സാധനങ്ങളായിട്ട്, എൻ്റെ പഴയ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഞാനതെല്ലാം ഒരു ദിവസം 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാനാണ്. പക്ഷേങ്കിൽ ഞാൻ അങ്ങനെയല്ല, പതുക്കെയാണ് ചെയ്ത് തീർത്തത്. അപ്പോൾ അതായത് നമുക്ക് ലൈഫ് കുറച്ചും കൂടെ ക്വയറ്ററായിട്ട് തോന്നും. അതായത് നമ്മൾ സ്കാറ്റേർഡ് ആവാതിരിക്കുമ്പോൾ, അതായത് മൾട്ടി ടാസ്കിങ് ചെയ്യാതിരിക്കുമ്പോൾ, അതായത് ഒന്നും ധൃതിയില്ല, അതിൻ്റെ പേസിൽ പതുക്കെ ആവുന്നത്രയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ റൂള്. അതനുസരിച്ച് 3 ദിവസം എടുത്തിട്ടാണ് ഞാൻ ഈ പാൻട്രി ശരിയാക്കി ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിലാക്കിയിട്ടുണ്ട്. ഡീക്ലട്ടറിങ് നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ അത് സ്ലോ പേസിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടൊരു ലഞ്ച് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് ഞാൻ കഴിച്ചു, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇന്ന് ഞാൻ സൂപ്പാണ് കുടിച്ചത്, വിശക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം ഹെൽത്തി ആയിട്ട് തന്നെ ഒരു സ്നാക്ക് ഉണ്ടാകുമെന്ന് വെച്ചിട്ട് ഏത്തക്കാപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഗോതമ്പ് പൊടിയിൽ ഏത്തക്കാപ്പം ഉണ്ടാക്കി. അങ്ങനെ ഒരു എന്നെ ഹാപ്പിയാക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടുള്ളൊരു ലൈഫാണ് കേട്ടോ ഇപ്പം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുമ്പം എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെങ്കിൽ അതൊരു ഭയങ്കര ഗുഡ് ഫീലാണ്. നമ്മുടെ ഈ ഏജിൽ നമ്മൾ കുറേ ഓടിത്തളർന്ന ആൾക്കാരാണല്ലോ. കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരെ കൊണ്ടുവിടാനും വിളിച്ചുകൊണ്ട് വരാനും, അങ്ങനെ അവിടെ നിന്നൊക്കെ മാറി ഇനിയെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള പേസിൽ സ്ലോ ആയിട്ട് ജീവിക്കുക. അപ്പം നമുക്ക് ഭയങ്കര ഒരു ഗുഡ് ഫീലാണ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ സ്ക്രീൻ ടൈം കുറച്ചു. രണ്ടാമത്തെ അല്ല കേട്ടോ, ഇത് എത്രാമത്തെ ടിപ്പാണ്, 3-ാമത്തെ 4-ാമത്തെ ടിപ്പാണ്, ഞാൻ എഴുതി കാണിക്കാം. സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എങ്കിലും ബാക്കി ഗാർഡനിങ്ങും ഡോഗിൻ്റെ കൂടെ കളിച്ചും അങ്ങനെ കുറച്ച് സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ബട്ട് ഒരു തവണ നമ്മളങ്ങനെ സ്ക്രീൻ ടൈം കുറച്ചിട്ട് നേച്ചറിനോട് അടുക്കുമ്പം അല്ലെങ്കിൽ ആനിമൽസിനോട് കളിക്കുമ്പം ഭയങ്കര ഒരു സൂതിങ് ഫീലാണ്. അത് അനുഭവിച്ച് നോക്കിയാൽ മാത്രമാണ് മനസ്സിലാകുക. ഒരു സിമ്പിൾ അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് മീൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. അതിനകത്ത് നമുക്ക് ചിലപ്പോഴൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ സന്തോഷം കിട്ടുന്നുണ്ട്, ഇത് സാധനം കഴിച്ചിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കഴിക്കുക, വാങ്ങിച്ച് കഴിക്കുക. അത് കഴിഞ്ഞിട്ട്, അതായത് കണ്ടിന്യൂസ്ലി അല്ലല്ലോ നമ്മൾ കഴിക്കുന്നത്. ചില സമയത്ത് നമുക്കൊരു ഫീൽ ഉണ്ടാകത്തില്ല എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള സാധനം കഴിക്കണം. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക, നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കുക. അടുത്ത 2 ദിവസം അതനുസരിച്ച് ബാക്കി ആഹാരത്തെ ക്രമീകരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴും ഒരു ഗുഡ് ഫീൽ തന്നെയാണ് കിട്ടുന്നത്. സ്ലോ ഈവനിങ്സ് എൻജോയ് ചെയ്യുക. നമുക്ക് വെളിയിലിറങ്ങി നടക്കാൻ പോകാം, ഒരു ചായയൊക്കെ കുടിക്കണം, ചായ കുടിച്ച് റിലാക്സ് ചെയ്യണം, ചായക്ക് പറ്റിയൊരു സ്നാക്ക് ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുക്കിങ്ങൊക്കെ ചെയ്യുക, നമ്മൾ തന്നെ ജങ്ക് ഫുഡ് കഴിക്കാതെ. കുറച്ച് ഓയിലി ആയാലും ഈവനിങ് സ്നാക്ക് ഓയിലി ആയാലും കുഴപ്പമില്ല. അതായത് ഒരു ദിവസം നമുക്ക് ആഗ്രഹം തോന്നുന്ന ദിവസം ഉണ്ടാക്കി കഴിക്കുക. ഹെൽത്തിയർ വേർഷൻ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെങ്കിൽ നമ്മൾ ഹെൽത്തിയർ കഴിക്കുന്ന കൂടെ തന്നെ നമ്മുടെ മൈൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനും കൂടെ ശ്രമിക്കണം. ചെയ്തൊരു കാര്യമായിരുന്നു സേയിങ് നോ. അതെനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഓവർ കമ്മിറ്റിങ് അതുകൊണ്ട് എനിക്ക് വന്നിട്ടുണ്ട്. കാരണം അതായത് ഒരു എക്സ്പെക്റ്റേഷൻ്റെ ഗിൽറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ എസ് എന്ന് പറയും, നോ പറയത്തില്ല. അത് പിന്നെ എനിക്ക് മനസ്സിലായി, ഇറ്റ് ഡിഡ്ന്റ് ബിലോങ് ടു മീ. അതായത് നമുക്ക് സ്ലോ ലിവിങ് എന്ന് പറയുമ്പം നമുക്കൊരു ബൗണ്ടറീസ് ഉണ്ട്. ആ ബൗണ്ടറീസ് നമുക്കൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് തരും. ആ സ്പേസിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ നമുക്ക് തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അതിൽ അടുത്ത കാര്യമാണ് ഒരു ഔട്ട്ഡോർ ഇറങ്ങുക എന്നുള്ളത്. എന്നും സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ ഹോം. അതായത് അത് നമുക്ക് ഭയങ്കര റിലാക്സേഷൻ തരും. ഇന്ന് ഞാനൊരു പോസ്റ്റ് ഓഫീസിലോട്ടാണ് പോയത്. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസൊക്കെ
നമ്മുടെ നാട്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കുറേ കാർഡ്സൊക്കെ പോസ്റ്റ് ഓഫീസിൽ തന്നെ കിട്ടും. ജസ്റ്റ് ഒരു തോട്ടുണ്ടായി അവിടെ നിന്നൊരു കാർഡ് എടുത്തിട്ട് ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു നാട്ടിലേക്ക്. പിന്നെ ഒരു ഡ്രൈവ് പോവുക, അതായത് നമുക്ക് തന്നെ ഷോപ്പിംഗ് ചെയ്യാൻ പോവുക, അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക, ക്വാളിറ്റിയുള്ള സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ലവ്ഡ് വൺസിൻ്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. ഓരോ കാര്യങ്ങൾക്കും രാത്രി കിടക്കുന്നതിന് മുമ്പ് താങ്ക്സ് പറയുക. ഈ ജീവിതം ഇങ്ങനെ തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.